ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ സാധാരണ വരിക കൃഷി എടുക്കൽ, വിളവെടുപ്പ്, പൂക്കള കാണിക്കലൊക്കെയാണല്ലോ. പക്ഷേ ഇന്ന് വരുന്നതും നടിയിലാണ്. കൃഷി പച്ചക്കറിയല്ല, പൂക്കൾ. എൻ്റെ അടുത്ത് പലതരം പൂക്കളുണ്ട്. ഡെയ്സി ഉണ്ട്, ജെറേനിയ ഉണ്ട്, സാൽവിയ ഉണ്ട്, റോസ ഉണ്ട്, ആന്തൂറിയ ഉണ്ട്, അങ്ങനെ പലതരം പൂക്കളുണ്ട്. അപ്പോൾ ഞാൻ പൂക്കൾ ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഓരോരുത്തർ ചോദിക്കൂ, ഇതിലെന്ത് വളമാണ് ചേർക്കുന്നത്, നിങ്ങളെങ്ങനെ ഇത് നടൽ എന്നൊക്കെ ചോദിക്കും എന്നോട്. അപ്പം ഇന്ന് ഞാൻ എൻ്റെ സാൽവിയ ചെടി മദർ പ്ലാന്റിൽ നിന്ന് പീസാക്കിയിട്ട് ഞാൻ വേറൊരു പോട്ടിലേക്ക് നടുകയാണ്. പിന്നെ പൂവിട്ട് നിൽക്കുന്ന സാൽവിയെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഇപ്പം നല്ല ടൈമാണ്. ഇപ്പോൾ ഒക്കെ മഴ കുറച്ച് കുറഞ്ഞ സമയമാണ്. വെയിലുണ്ടായാലും നമുക്ക് നനച്ച് കൊടുത്താൽ നന്നായിട്ടുണ്ടാവും. മഴയത്ത് അങ്ങനെ പൂത്തില്ലെങ്കിൽ വെയിലത്ത് നന്നായിട്ട് പൂക്കളും ഉണ്ടാവും. പിന്നെ നനച്ച് കൊടുത്താൽ മാത്രം മതി, നന വേണം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ സാൽവിയ മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്യുന്നതും പോട്ടിലേക്ക് നടുന്നതും പൂവിട്ട് നിൽക്കുന്നതും എല്ലാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ വരി, നമുക്ക് കാണാമല്ലോ. കണ്ടില്ലേ എൻ്റെ സാൽവിയ പൂവിട്ടത് എൻ്റെ പോട്ടിൽ? എൻ്റെ പോട്ടൊന്നും നിങ്ങളങ്ങനെ നോക്കണ്ട കേട്ടോ. ഇത് പഴയത് മണ്ണ് തെറിച്ചിട്ട് ആയതായിരുന്നു. എന്ത് ചെയ്യാനാ? ഇതൊക്കെ നന്നാക്കും, നല്ല മോഡലാക്കി കഴുകും ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത്. നോക്ക്, സാൽവിയ പൂട്ടത് എന്തൊരു ഭംഗിയാണോ. ഞാൻ നോക്കി നിൽക്കുന്നത് ഇതിൻ്റെ ചോപ്പ് ഇങ്ങോട്ട് കണ്ടിട്ട് എനിക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ വേറൊരു പോട്ടിലും കൂടെ ഇങ്ങനെ തിങ്ങിയിട്ടുണ്ടാവാനുള്ള ഒരു സൂത്രം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടു നോക്കി, എങ്ങനെയാണ് ഒരു പോട്ടിൽ ഇത്രയും തിങ്ങിയ സാൽവിയ ഉണ്ടാകുന്നത്, പൂക്കൾ ഉണ്ടാകുന്നതെന്നുള്ളത്. എന്തൊരു ഭംഗിയാലേ. എൻ്റെ ജെറേനിയോ, എൻ്റെ ഡെയ്സിയോ ഒക്കെ ഇങ്ങനെ തിങ്ങി നിറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ഓരോ സൂത്രം പ്രയോഗിച്ചത് കൊണ്ടാണ്. കണ്ടില്ലേ, പോട്ട് കാണുമ്പോൾ എനിക്ക് തന്നെ നാണക്കേടുണ്ട്. ഇതാ നല്ല അടിപൊളി എൻ്റെ സാൽവിയൻ്റെ മദർ പ്ലാന്റിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പേ മുറ്റത്തുള്ള കുറച്ചൊക്കെ പൂക്കളൊന്ന് കാണിച്ചു തരാം. ഇത് ആന്തൂറിയൊക്കെ എന്താ കളറ്. ആന്തൂറിയൊക്കെ കുറേ പെട്ടെന്ന് പിടിപ്പിക്കാനാവും കേട്ടോ. ഒക്കെ എൻ്റെ ചാനലിലുണ്ട്, എങ്ങനെയാണ് ആന്തൂറിയം പിടിപ്പിക്കുക എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇത് ജെറേനിയ കമ്പ് പൊട്ടിച്ച് നടുന്നതാണ് കേട്ടോ. മെലസ്റ്റോമ പിന്നെ പറയണ്ട, പൂക്കൾ നിറച്ചും തരുന്ന ഒരു ചെടിയാണ്. പിന്നെ ഡെയ്സി പൂക്കൾ. ഇതാണ് എൻ്റെ മദർ പ്ലാന്റ്. ഈ മദർ പ്ലാന്റിൽ നിന്ന് പൊട്ടിച്ച് കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ പൊട്ടിച്ച് കൊടുത്താൽ ഇത് ഉണ്ടാവുള്ളൂ. ഇതെങ്ങനെ അങ്ങ് പൊട്ടിക്കുക, ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചിട്ട് ഒരു പോട്ടിൽ നിറയെ നട്ടാൽ പോട്ട് നിറയെ പൂക്കൾ ഉണ്ടാവും. ഇത് റോഡ് സൈഡാണ്, വാഹനം പോകുന്ന ഒച്ചനോണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവില്ല. ഇങ്ങനെ അങ്ങോട്ട് കത്രിക കൊണ്ട് പൊട്ടിച്ചെടുക്കുക, കണ്ടോ. എന്നിട്ട് ഒരു പോട്ടിൽ അങ്ങ് നട്ടു കൊടുത്താൽ മതി. ഒറ്റ കമ്പ് പോരട്ടോ, കുറേ കമ്പ് വെച്ച് കൊടുക്കണം. നമ്മൾ ഇതിങ്ങനെ പൊട്ടിച്ചെടുത്താലുള്ള ഗുണം എന്താ അറിയോ? ഈ ചെടിയിൽ നിറയെ കമ്പുകൾ നിറച്ചും ഇങ്ങോട്ട് വരും. നല്ല തിങ്ങിക്കുക കമ്പ്, തളിര് വരും, അതിന് പൂക്കൾ വരുമ്പോൾ കാണാൻ എന്ത് രസമായിരിക്കും അറിയോ. അപ്പോൾ ഞാനിങ്ങനെ പൊട്ടിച്ചു കൊടുക്കുകയല്ല, വരുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കും, ആര് ചോദിച്ചാലും കൊടുക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, കൊടുക്കൂ, പക്ഷെ ഇവിടെ വരണം, ഇവിടെ വരുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കും. അങ്ങനെ പൊട്ടിച്ച് ഇതൊക്കെ ഒരു പോട്ടിനുള്ളതാണ്. ഞാൻ എങ്ങനെയാണ് സാൽവിയ നടുന്നതെന്നുള്ളത് ഞങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പുറത്താകുമ്പോൾ ഇങ്ങനെ വാട്ടർ വിസ്താരത്തിൽ ഇങ്ങോട്ട് ഉണ്ടാവും, പോട്ടിലാകുമ്പോൾ ഒരു ഒതുക്കുണ്ടാവും, അതിനൊരു പരിധി ഉണ്ട്. ഞാൻ ഇനി പുതിയ സാൽവിയ നടുന്നത് പുതിയ പോട്ടിലാട്ടോ, വൃത്തികൊടുന്നില്ല, നല്ല പോട്ടാ, നല്ല കാണാൻ ഭംഗിയുള്ള. അപ്പം ഞാൻ ഈ ചെറിയ പോട്ടിലാണ് നടാൻ പോകുന്നത്. തുടങ്ങട്ടെ, പോട്ടി മിക്സൊക്കെ ഇട്ടിട്ട് കേട്ടോ. ഞാൻ പോട്ടിൽ നടുമ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ചകിരി ഞാൻ ചകിരി ചോറൊന്നുമല്ല, ചകിരി ഇത് അങ്ങനത്തെ തേങ്ങ പൊളിച്ചിട്ടുള്ള ഈ ചകിരി അങ്ങ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഈ നിറയെ ഹോൾസ് ഉണ്ടല്ലോ, ഹോൾസ് അടയൂര. പിന്നെ എന്ന് പറഞ്ഞാൽ മണ്ണ് ഒലിച്ച് പോകൂല നമ്മൾ നനയ്ക്കുമ്പോഴൊക്കെ. പിന്നെ കുറച്ചൊക്കെ വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവ് ഈ ചകിരിക്കുണ്ട്. അപ്പോൾ ചകിരി ഇടുന്നത് നല്ലതാണ്. അത് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ചെടി നടുമ്പോഴേ ആദ്യം തന്നെ ചകിരി ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തന്നതാണ്. ഇനി അടുത്തത് ഞാൻ കരിയിലിടുന്നത്. ഞാൻ കരിയിലിടുക.
കരിയിലൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചതാ. ഇതൊക്കെ ഓരോ ബട്ടർ എന്ത് ചെടിയൊക്കെ കണ്ടില്ല, നല്ല ചെടിയാ, വേരുള്ള ഒക്കെ കളിയാ. അപ്പോൾ ഞാനേ കരിയില ഇട്ട് കഴിഞ്ഞാൽ കരിയില നല്ലൊരു വളമാണല്ലോ. കരിയില കമ്പോസ്റ്റ് ഉണ്ട്, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടേക്കൂലേ? ഭയങ്കര വാഹനം പൂക്ക. ഇത് കരിയില നനഞ്ഞ കരിയിലയാ. ഇതുവരെ മഴയില്ലായിരുന്നോ? മഴ എന്ന് പറഞ്ഞാൽ തോരാത്ത മഴ, അങ്ങനെ തന്നെ പറയണം. അപ്പോൾ ഈ ചകിരി അല്ല ഈ ഇതൊക്കെ അങ്ങ് നനഞ്ഞിട്ട് അങ്ങ് കുറച്ച് ചീഞ്ഞ പോലെയൊക്കെ ആയിട്ടുണ്ട്. ഒക്കെ നല്ലതാണ്, ഒക്കെ വളയിക്കോളും. ഒന്ന് മണ്ണ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ കരിയിലൊക്കെ കുറച്ച് നനഞ്ഞിട്ട് ഒരു ഒതുങ്ങിയിട്ടുണ്ട്. പടപടാന്നുള്ള ഒച്ച കേൾക്കുന്നില്ല, ചീഞ്ഞ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുത്തി അമർത്തുക. നമ്മളെ നനക്കുമ്പോൾ ആ വെള്ളം പെട്ടെന്നൊന്നും അങ്ങ് ഒലിച്ചങ്ങ് പോയി ഉണക്ക രീതിയിലാവൂല. അടുത്തത് ഞാൻ ആദ്യം കരിയില ചീനതൊക്കെ ഇട്ടു. ഇനി ഞാൻ ഇടുന്നത് കരിയില കമ്പോസ്റ്റാണ്. ഈ കരിയില കമ്പോസ്റ്റ് ചാണകം പോലും തോറ്റു പോകും കേട്ടോ. അത്രക്കും ചാണകത്തിനേക്കാൾ എത്രയോ ഗുണങ്ങളുള്ളതാണ്. കളറും കറുപ്പാണ്. ഈ കരിയില കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, എൻ്റെ ചാനലിലുണ്ട്. ഇതിൽ നമ്മളെ പച്ചക്കറി വേസ്റ്റും പെടും. അപ്പം മുട്ടത്തോടൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ മുട്ടത്തോട് ഇങ്ങ് പൊടിച്ചിടണം. ബാക്കിയെല്ലാം ഞാൻ എന്തെല്ലാം ഇട്ടിരുന്നു എൻ്റെ ചാക്കിൽ നിറയെ കരിയില കമ്പോസ്റ്റ് നിറച്ചത്. ഞാൻ കരിയില കമ്പോസ്റ്റൊക്കെ അതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ ഒരു സാധനം കാണുന്നില്ല. ഈ അത്ഭുതം കേട്ടോ. മൊത്തം പൊടിഞ്ഞ് കറുപ്പ് കളർ നല്ല ഫലഭൂഷ്ടുള്ളൊരു മണ്ണായി ഇങ്ങോട്ട് മാറിയുന്നത്. അപ്പോൾ ഞാൻ കരിയില കമ്പോസ്റ്റ് കണ്ടൊരു കളറ്, എന്താ കളറ്. അപ്പം ഞാൻ ഇതിലേക്കാണ് കുറച്ച് മണ്ണും കൂടി ഇടും. കുറച്ച് മണ്ണിട്ടിട്ടാണ് ഞാൻ എൻ്റെ സാൽവിയ നിറച്ചും അങ്ങ് നട്ടു കൊടുക്കുക. ഇങ്ങനെയൊക്കെ നട്ടാലുണ്ടല്ലോ, ഇടയ്ക്ക് നനച്ചൊക്കെ കൊടുത്താൽ പൂക്കൾ ഇങ്ങ് തിങ്ങി നിറയും. പിന്നെ പറയാണ്ട് ഇത് വയനാടാട്ടോ, അതും ഒരു പോസിറ്റീവാണ്, ഒരു പ്ലസ് പോയിൻ്റാണ്. കാരണം എന്താണ്, വയനാട് എന്ന് പറഞ്ഞാൽ എപ്പോൾ ഒരു തണുപ്പാണല്ലോ. കുറേയൊക്കെ പഴയ പോലെ നാട് പോലെ ആകുന്നുണ്ട് ഇപ്പം ഇവിടെ. എന്നാലും നടുപോലായില്ലെങ്കിലും രാവിലെയൊക്കെ നല്ല മഞ്ഞും അങ്ങനെയൊക്കെയാണ്. എന്താ മണ്ണിട്ട് അതൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് ഈ ഇതിലേക്കാണ് ഞാൻ എൻ്റെ സാൽവിയ ചെടി നടാൻ പോകുന്നത്. അടിയിൽ ചകിരി, പിന്നെ ഞാൻ കുറേ കരിയില, പിന്നെ ഞാൻ ഇട്ടത് കരിയില കമ്പോസ്റ്റ്, പിന്നെ മണ്ണ്. അത്രയും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരു വളം ചേർക്കണ്ട. ഇനി നമ്മൾ നനച്ച് കൊടുത്താൽ മാത്രം മതി. എൻ്റെത് അങ്ങനെയാട്ടോ. ഞാൻ അങ്ങനെ വളമൊന്നും പൈസ കൊടുത്ത് വാങ്ങലില്ല. ഇപ്പം ഞാൻ കുറച്ച് പോട്ട് വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അരിച്ചാക്കൊക്കെ മുറിക്കലൊക്കെ ഇരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ചെടി നട്ടിരുന്നത്. അപ്പം ചെടി നല്ല ഭംഗിയിൽ കാണുമ്പോൾ എന്നോട് എല്ലാവരും പറയും നല്ല പോട്ടിൽ വെക്കുക. അങ്ങനെ ഞാൻ പോട്ട് വാങ്ങാൻ തുടങ്ങിയത്. എൻ്റെ കഥയാണതൊക്കെ. ഇനി ഞാൻ സാൽവിയ നടാൻ പോവുക. ഞാനിത് കട്ട് ചെയ്ത മദർ പ്ലാന്റ് ഇത് കട്ട് ചെയ്തൊക്കെ കണ്ടല്ലേ, എന്താ വേഗം മുളക്കുന്ന ചെടിയാ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇതങ്ങ് നട്ട് കഴിഞ്ഞാൽ, നനച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ചയൊക്കെ ഇൻഷാല്ലാ ഞങ്ങളെ കാണിക്കുന്നുണ്ട്. നിറച്ച് കമ്പങ്ങ് നട്ടാലുണ്ടല്ലോ പൂക്കളങ്ങ് നിറയൂ. പൂക്കൾ നിറയാണല്ലോ നമ്മൾ കാണാൻ ഭംഗി. നമ്മളിപ്പോൾ നടുന്ന തന്നെ ഭംഗിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പം അങ്ങ് നിറച്ചങ്ങ് നടുക. പിന്നെ എനിക്ക് ഡേയ്സിൻ്റെ തരുമോ, പിന്നെ ജെറേനിയൻ്റെ തരുമോ എന്നുള്ള എത്രയോ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടിയാണ് കൊടുക്കുക എനിക്കറിയില്ലേ. ഇവിടേക്ക് വന്നാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പൂന്തോട്ടം തന്നെ, ഞാൻ അങ്ങ് ഒരു പൂ ചോദിച്ചാൽ ഒരു പൂന്തോട്ടം തന്നെ കൊടുത്തു തരുമ്പോൾ അതുപോലെ ഞാൻ തരുമായിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാൽ എന്താ സാൽവിയൊക്കെ നട്ടിങ്ങ് വളർത്തിയാലുണ്ടല്ലോ പൂന്തോട്ടത്തിൽ വേറെ ചെടിയൊന്നും വേണ്ടി വരില്ല. ഇതന്നെ നിറച്ചങ്ങ് നട്ടാൽ എന്ത് ഭംഗിയുണ്ടാവും. ഇവിടെ വരാതെ വാഹനം പോകുന്ന റോഡാ. പിന്നെ സൗണ്ട് എന്താ നട്ട് കഴിഞ്ഞു കണ്ടില്ലേ. എന്താ ഇവിടെ പൂവൊക്കെ ഉണ്ട്, ഇടയ്ക്ക് പൂവൊക്കെ അതൊക്കെ അടന്നോട്ടെ, ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ ഇതിന്മേൽ മുട്ടിടാൻ തുടങ്ങും. കണ്ടില്ലേ, അടിപൊളിയായില്ലേ. ഇനി ഇത് നിറച്ചിങ്ങനെ അങ്ങോട്ട് പൂക്കൾ വരുന്നതൊക്കെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കാണിച്ചു തരൂ കേട്ടോ. ഇതാണ് എൻ്റെ സാൽവിയൻ്റെ മറ്റ് ഇങ്ങനത്തെ പോട്ടായിരുന്നു കേട്ടോ, അത് മഴ കൊണ്ടതാ. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് കുറച്ച് ചെറിയ പോട്ടിലേക്ക് നട്ടിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാൻ ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് നട്ടതായിരുന്നു. വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചിട്ട്
ഞാൻ നട്ടതിന് ഇതാ ആളാ ഇതാവട്ടെ ഉണ്ടോ ഒരു പൂവ് 1 ഇതാ അതിൻ്റെ ഉള്ളിൽ 2 അതൊക്കെ ഇതാ ആളായി വന്നത് ഉണങ്ങാൻ തുടങ്ങി. ഇത് 2-3 ആഴ്ചയായി ഞാൻ നട്ടിട്ട്. ഇങ്ങനെ അങ്ങോട്ട് ഉഷാറാവും. ഇതിൽ കുറച്ച് കമ്പല്ലേ വെച്ചുള്ളൂ. നോക്കട്ടെ വേരെന്താ, ഇതിൻ്റെ വേരിൻ്റെ സ്ഥിതി എന്താ നോക്കട്ടെ. ഇത് നിങ്ങളെ കാണിച്ചാൽ ഞാൻ ആദ്യം തന്നെ ഇതിങ്ങനെ വലിച്ചെടുക്കട്ടെ. മണ്ണിൽ കുത്തിയതാ. വേര് കാണിക്കാനാ. ഇതിന് വീണോട്ടെ. വേരുണ്ടായത് കണ്ടോ? വേരുണ്ടായത് എന്താ വേരുണ്ടായത്. ഇതങ്ങ് നട്ടാൽ മതി. ഇനിയിപ്പോൾ ഇടം കൊണ്ടുപോയി അങ്ങ് നട്ടു കൊടുത്താൽ മതി. നീ വെയിലത്ത് വെച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. നിറച്ച് വേര് വന്ന് അങ്ങനെ ഇതിൽ നിറച്ച് വേരാ. അതുപോലെ ഇതിൽ നിറയും പൂക്കളുണ്ടാവും. മറ്റേ പൂക്കളുണ്ടായി കണ്ടില്ലേ? ഈ സ്പോട്ടിൽ തന്നെ അങ്ങ് നനച്ചു കൊടുക്കുക. അപ്പം ഇവിടെ വെയിലാലും പോലെ കത്തുന്ന തീ പോലത്തെ വെയിൽ. മഴക്കാലത്ത് മഴ പെയ്ത് ഭയങ്കര മഴ. അതങ്ങ് നിന്ന് നോക്കുമ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കര വെയിലാണ്. അങ്ങ് നനച്ചു കൊടുക്കുക. ഇത് ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാലും ഞാൻ ഇനി നാളെ മറ്റന്നാളൊന്നും വെയിലൊള്ളിക്കൂല കേട്ടോ. ഞാൻ എൻ്റെ ചെടീൻ്റെ ICU കൊണ്ടുപോയി വെക്കും. അങ്ങനെ ഒന്ന് തെളിഞ്ഞ് വന്നാൽ മാത്രമേ ഞാൻ പുറത്ത് വെക്കുള്ളൂ. എനിക്കങ്ങനെ കണക്കുണ്ട്. എത്ര അധികമായാലും ഞാൻ അങ്ങൊന്നും എല്ലാം ഒരേ മൈൻഡ് തന്നെ വെക്കൂ. ഇതൊക്കെ എൻ്റെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമല്ല. അത് മുളക്കണമെങ്കിൽ ഒന്ന് ICUയിൽ നിൽക്കണം. എന്താ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ചെടി നടൽ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെടി നടുന്നതെന്നൊക്കെ പറഞ്ഞു തരണേ. അത്രയേ ഉള്ളൂ. ഇതിലിപ്പം മണ്ണ് നിങ്ങൾ കണ്ടില്ലേ, വളരെ കുറച്ചേ ഉള്ളൂ മണ്ണ്. ഇനിയിപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ മണ്ണ് ഫുൾ മണ്ണായി മാറും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ സാൽവിയ മദർ പ്ലാന്റ് കണ്ടു, കട്ട് ചെയ്യുന്നത് കണ്ടു, നടുന്നത് കണ്ടു. അതാ എൻ്റെ പഴയത് പൂവിട്ടത് കണ്ട്, ചെറിയ പോട്ടിൽ പൂവിട്ടതെല്ലാം നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.